കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റർ ഏഞ്ചൽ ബേബി തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ദുരനുഭവം പങ്കുവച്ചു. ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് സംഭവം. അതായത് യാത്രക്കിടയിൽ പൊതുസ്ഥലത്ത് വെച്ച് ഒരു പ്രായമുള്ള വ്യക്തി തന്റെ ശരീരഭാഗത്ത് നോക്കുന്നത്. ഇത്തരത്തിലൊരു ദുരനുഭവം തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഏഞ്ചൽ ബേബി പങ്കുവച്ചിരുന്നു. എന്നാൽ ഇതിനെതിരായി ഒരുപാട് ബാഡ് കമന്റും അതുപോലെ തന്നെ ഗുഡ് കമന്റും വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടു മുന്നേ കാണിച്ച വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഏഞ്ചൽ ബേബി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതായത് തനിക്കുണ്ടായ ദുരനുഭവം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയാണ് ചെയ്തത്. മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ച് ബസ്സിൽ യാത്ര ചെയ്തിട്ടും തന്റെ ശരീരഭാഗത്ത് നോക്കിയത് ആ പ്രായമുള്ള വ്യക്തിയാണ്. തെറ്റ് മുഴുവനായി അയാളുടെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏഞ്ചൽ ബേബിയെ ഇവിടെ കുറ്റം പറയേണ്ടതായി തോന്നുന്നില്ല. ഏഞ്ചൽ ബേബിയുടെ റീൽസിന്റെ അടിയിൽ വന്നൊരു കമന്റ് ആയിരുന്നു വസ്ത്രധാരണയെ പറ്റി മോശമായ അഭിപ്രായം. ഏഞ്ചൽ ബേബി ഏത് വസ്ത്രം ധരിക്കണം ധരിക്കണ്ട എന്നത് പുള്ളിക്കാരിയുടെ സ്വന്തം ഇഷ്ടമാണ്. അതിൽ കയറി ആരും ചൊറിയേണ്ട കാര്യമില്ല. ഇതിനെ ചൊറിഞ്ഞോണ്ട് നടക്കുന്ന കുറെ അമ്മാവന്മാരും അമ്മായിമാരും നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വാക്ക് കേട്ട് അത് ഏറ്റുപിടിക്കാൻ കുറെ മനുഷ്യരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. ആ റീലിന്റെ അടിയിൽ വന്ന മറ്റു കുറച്ച് കമന്റ് ആയിരുന്നു, ഇവൾ റീച്ചിന് വേണ്ടി ഉണ്ടാക്കിയ കണ്ടന്റ് ആണ്. ഇവൾ പ്രായമുള്ള ആ വ്യക്തിയുടെ ജീവിതം തകർത്തു. അയാൾ ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? ഇതിനൊക്കെ എനിക്ക് പറയാനുള്ളത്, അയാൾ അത് ചോദിച്ചു മേടിച്ചതാണ്. അതായത് ഇത്തരത്തിൽ മോശമായ അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രതികരിക്കുക തന്നെ ചെയ്യൂലേ? സ്വാഭാവികമായി ഈ വ്യക്തി ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് സ്വന്തം ദുരനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. നമ്മളാണെങ്കിൽ ഈ കേസും പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയാനെ. അത് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞായിരിക്കും അതിന്റെ പ്രതിയെ പിടിക്കുന്നത്. ഇത് ഏഞ്ചൽ ബേബിയുടെ മാത്രം ഒരു ദുരനുഭവമല്ല. പല പെൺകുട്ടികൾക്കും ഇങ്ങനെ ചില ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും പുറത്തു പറയാൻ മടിച്ച് നാണക്കേട് കൊണ്ട് പറയാതിരിക്കുകയാണ്. അങ്ങനെ ഒരു നാണക്കേട് വിചാരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം നിങ്ങൾ അവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത നരമ്പന്മാർ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നിങ്ങളെ പോലുള്ള പെൺപുലികൾ ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. ആ പ്രായമുള്ള വ്യക്തിയെ ഫേവർ ചെയ്ത് സംസാരിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയ എന്നത് നമ്മുടെ ദുരനുഭവങ്ങളും സന്തോഷവും സങ്കടവും ഒരുപോലെ പങ്കുവെക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. അത്തരത്തിലൊരു പങ്കുവെക്കൽ മാത്രമാണ് ഏഞ്ചൽ ബേബി ചെയ്തിരിക്കുന്നത്. അല്ലാതെ അത് റീച്ചിന് വേണ്ടിയാണെന്ന് ഒരിക്കലും വ്യാഖ്യാനിക്കരുത്. പുതിയ ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.